വ്യാഴം പുലർച്ചെയും കാട്ടാനക്കലി, ജനത്തെ പരിഹസിച്ച് മന്ത്രി. വ്യാഴാഴ്ച പുലർച്ചെ 4-ന് അട്ടപ്പാടിയിൽ 2 നടന്ന ആനക്കലിയിൽ 3 പേർക്ക് പരിക്ക്. 1 മാസത്തിനുള്ളിൽ കൊല്ലപ്പെട്ടത് 3 പേർ. പരിഹാരത്തിന് കയ്യിൽ മാന്ത്രിക വടിയില്ലെന്ന് മന്ത്രി ഷിബു ബേബി ജോൺ. ഒട്ടെല്ലാ ജില്ലകളിലും വന്യജീവികൾ മനുഷ്യനെ കൊന്നും വീടും കൃഷിയുമൊക്കെ മുച്ചിടെ തകർത്തിട്ടും കാഴ്ചക്കാരായി സർക്കാർ. വഴി ഏതെന്നറിയാതെ മലയോരങ്ങൾ. വ്യാഴം പുലർച്ചെ അട്ടപ്പാടിയിൽ 2 ഉണ്ടായ കാട്ടാന ആക്രമണത്തിൽ വെള്ളങ്കേരി, മിനി ഷാജി, പ്രസാദ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ അട്ടപ്പാടിയിലെ ട്രൈബൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് ജില്ലയിൽ മാത്രമല്ല, കേരളത്തിലെ ഒട്ടെല്ലാ ജില്ലകളിലും കാട്ടാന വിനാശം വിതയ്ക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചക്കിടയിൽ വയനാട്ടിൽ കാട്ടാന ആക്രമണത്തിൽ 2 പേരാണ് കൊല്ലപ്പെട്ടത്. മേപ്പാടി പഞ്ചായത്തിലെ പുത്തുമല സ്വദേശിനി ജെസി, തിരുനെല്ലി കാട്ടിക്കുളത്ത് തോട്ടം തൊഴിലാളിയായ രാജുവുമാണ് കൊല്ലപ്പെട്ടത്. മെയ് 24-ന് പെരുമ്പാവൂരിൽ താൽക്കാലിക വാച്ചർ പുഷ്പാകരൻ വെള്ളക്കയ്യനും ജൂൺ 7-ന് ചിന്നക്കനാലിൽ മാരി എന്ന വീട്ടമ്മയും ആന കൊന്നിരുന്നു. കോതമംഗലത്തെ വീടിന് മുകളിലേക്ക് മരം ഒടിച്ചിട്ട് വീട് തകർത്തതോടെ വീട്ടിലുണ്ടായിരുന്ന 10 വയസ്സുകാരിയും മാതാപിതാക്കളും വീടിന്റെ പിറകിലൂടെ തലനാരിഴയ്ക്കാണ് ഓടി രക്ഷപ്പെട്ടത്. നിരവധി വീടുകളും ഹെക്ടർ കണക്കിന് കൃഷിയുമാണ് നശിപ്പിച്ചത്. വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോണിനെയും പെരുമ്പാവൂർ വേണ്ടൂരിൽ വെച്ച് ആന വഴിയിൽ തടഞ്ഞിരുന്നു. മാസങ്ങൾക്ക് മുമ്പ് വന്യമൃഗ ആക്രമണങ്ങളുടെ പേരിൽ തെരുവ് യുദ്ധക്കളമാക്കിയവർ ഭരണത്തിൽ വന്നിട്ടുപോലും നടപടികളുണ്ടാകാത്തത് കടുത്ത അമർഷത്തിനാണ് ഇടയാക്കിയിട്ടുള്ളത്. പകൽ സമയങ്ങളിൽ പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥ. ഇത് സംബന്ധിച്ച് വനംവകുപ്പ് മന്ത്രിയുടെ കയ്യിൽ മാന്ത്രിക വടിയില്ലെന്നും വർഷങ്ങൾ വേണ്ടിവരുമെന്നും മറ്റുമുള്ള പ്രസ്താവനകൾ ജനത്തെ അപഹസിക്കുന്നതിന് തുല്യമാണെന്നും ആക്ഷേപമുണ്ട്. പ്രിയപ്പെട്ട മന്ത്രി എന്തു മാന്ത്രിക വടിയെടുത്താലും വേണ്ടില്ല, ഇനിയും ഒരു ജീവനും പൊലിയരുത്. മലയോര ജനതയ്ക്കും മരണഭയമില്ലാതെ ജീവിക്കണം. കൃഷി സംരക്ഷിക്കപ്പെടണം. അതിനാവശ്യമായ നടപടി സ്വീകരിക്കണം. ജനശബ്ദം ന്യൂസ്, പാലക്കാട്.